ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പീസാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ കുമ്പളങ്ങ വേണം. കുമ്പളങ്ങ കൊണ്ട് ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ, നല്ലൊരു കറിയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഉച്ചയൂണിൻ്റെ റെസിപ്പീസ് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ ഇട്ടിരിക്കുന്ന എല്ലാ ഉച്ചയൂൺ റെസിപ്പീസും കൂടുതലും നമ്മൾ വെജിറ്റേറിയൻ ആണ് കേട്ടോ ചെയ്യുന്നത്. വെജിറ്റേറിയൻ ഉച്ചയൂണ് റെസിപ്പീസ്, നാടൻ കറികളുമായിട്ടുള്ള ഉച്ചയൂണ് റെസിപ്പീസിൻ്റെയൊക്കെ ലിങ്ക് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അതിൽ ലഞ്ച് മെനു എന്ന് പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊരു പാൻ വയ്ക്കാം. പാനൊന്നും ചൂടാകുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. ഒരു 10-15ഓളം ചെറിയുള്ളി എടുക്കുക കേട്ടോ. ചെറുതാണെങ്കിൽ 15 എടുക്കാം, നല്ല വലുതാണെങ്കിൽ ഒരു 10 ഒക്കെ മതി, 8-10 ഒക്കെ മതിയാവും. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ, അതുപോലെ തന്നെ ഓപ്ഷണലാണ് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് നല്ല ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് വലുതാക്കണ്ട, കുറച്ച് ചെറുതാക്കിക്കോളൂ. ആവശ്യത്തിന് കറിവേപ്പില, കുമ്പളങ്ങ കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്തിടാം. ആവശ്യത്തിന് ഉപ്പ്. ഞാൻ ഫസ്റ്റ് കാണിച്ച പോലെ ഒരു കഷ്ണം കുമ്പളങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അതിൻ്റെ അരിയൊക്കെ റിമൂവ് ചെയ്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്താണ്. ഇനി ഒരു മിനിറ്റോളം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ എണ്ണയിൽ, വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ. ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്. സവോള ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിനകത്തേക്ക് നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. നമ്മളിതിൽ മുളക് പൊടി ചേർക്കും, പക്ഷേ ചെറിയൊരളവ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പച്ചമുളകിൻ്റെ എരിവായിരിക്കണം മുന്നിട്ട് നിൽക്കേണ്ടത്. ഞാനിപ്പോൾ അത്യാവശ്യം എരിവുള്ള മുളകാണ് 2 ചേർത്തിട്ടുണ്ട്. 1 ചുവന്ന കളർ, അത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്താണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. 1-2 മിനിറ്റ് ആ എണ്ണയിലൊന്ന് വഴറ്റണം, അത്രയേ ഉള്ളൂ കേട്ടോ. വെജിറ്റബിൾസ് എല്ലാം ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ കറിയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയ തക്കാളിയൊക്കെ ആണെങ്കിൽ, മീഡിയം ടൈപ്പൊക്കെ ആണെങ്കിൽ ഒരു 1.5 എടുക്കാം. ചെറുതാണെങ്കിൽ 2 എടുക്കാം. നല്ല വലിയ തക്കാളി ആണെങ്കിൽ 1 എടുത്താൽ മതി കേട്ടോ. ആ രീതിയിൽ ചെയ്യുക. നല്ല ചെറുതാണെങ്കിൽ 2 എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. മീഡിയം ടൈപ്പ് തക്കാളി ആണെങ്കിൽ 1.5 തക്കാളി എടുത്തോളൂ. നല്ല പഴുത്ത തക്കാളി ചേർക്കണം കേട്ടോ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. തക്കാളി കൂടി ചേർത്തിട്ട് ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം, ഒരുപാട് വഴണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി അങ്ങ് വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റുക. അതിനുശേഷം വെള്ളം ഒഴിച്ച് അടച്ച് വെച്ചാൽ മതി. ഇടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത് കാരണം നമ്മൾ കുമ്പളങ്ങയ്ക്ക് അധികം വേവില്ല, അതുകൊണ്ടാണ്. ജസ്റ്റ് ഓപ്ഷണലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചേർത്തത്. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ചേർത്താൽ കുറച്ച് ടേസ്റ്റ് കൂടുതലാണ്. മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുത്താലും മതി ഉരുളക്കിഴങ്ങിന് പകരം. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. ഈ സമയത്ത് നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. നല്ലൊരു 1.5 പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ലെവൽ ചെയ്ത് മല്ലിപ്പൊടി എടുക്കുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. പച്ചമുളകിൻ്റെ അളവാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ആ ഒരു യെല്ലോയിഷ് കളർ കിട്ടണം. മുളക് പൊടി കൂടി കഴിഞ്ഞാൽ ആ ഒരു യെല്ലോയിഷ് കളർ കിട്ടില്ല. ഒരു 2 ചെറിയ ഉള്ളിയും ഒരു നുള്ള് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ വറുത്ത് പൊടിച്ച പൊടി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ചേർക്കേണ്ട, പിന്നീട് 1-2 നുള്ള് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരും. ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ ആവരുത്, എന്നാൽ നന്നായി അരയാൻ വേണം. ആ ഒരു പരുവം നല്ലപോലെ അരയണം. ഓവറായിട്ടങ്ങ് അരയ്ക്കാൻ വേണ്ട, ആ ഒരു പരുവമാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ പൊട്ടറ്റോവും അതുപോലെ തന്നെ കുമ്പളങ്ങയൊക്കെ നന്നായി വെന്ത് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയാണ്. തിക്കായിരിക്കരുത്, കുറച്ച് ലൂസായിരിക്കണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഓവറായിട്ട് ലൂസാവാനും പാടില്ല, ഓവറായിട്ട് തിക്കാവാനും പാടില്ല. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം ഇതൊന്ന് തിളച്ച് ഒന്ന് തിക്കാവണം. നമ്മൾ ഓവറായിട്ട് തിക്കാക്കി വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ നല്ലപോലെ അങ്ങ് തിക്കായിപ്പോവും. അതുകൊണ്ടാണ് അതിനനുസരിച്ച് ഏകദേശം ഒരു 1.5 ഗ്ലാസ്സോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഒരുപാട് ഇട്ടങ്ങ് വെട്ടി തിളപ്പിക്കേണ്ട, ഒന്ന് തിളയ്ക്കുക, അത്രയും മതി. ആ തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കുക. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. മഴയുടെ ആ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും, സൗണ്ടൊക്കെ ഉണ്ടാവും. നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് തിക്കായി തുടങ്ങുന്ന ഒരു പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് നല്ലപോലെ ചൂടായിട്ട് എല്ലാം ഒന്ന് ജോയിൻ്റ് ആയി കിട്ടണം, അത്രയേ ഉള്ളൂ.
സിമ്പിളാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ കുമ്പളങ്ങ മാത്രം മതി, തക്കാളിയും കുമ്പളങ്ങയും അതുപോലെ തന്നെ ചെറിയ ഉള്ളി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉരുളക്കിഴങ്ങ് ചേർക്കണം എന്നില്ല. ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇല്ലാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മുരിങ്ങ നല്ല നീളത്തിൽ കട്ട് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം, അതും ടേസ്റ്റാണ് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഏകദേശം ഇത് മതിയാവും കേട്ടോ. തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഈ ഒരു പരുവം മതിയാവും. ഇതിൽ കൂടുതൽ തിക്കാക്കി വെക്കേണ്ട, ഓവറായിട്ട് തിക്കായി പോകും കേട്ടോ. ഇനി ഇത് ഇച്ചിരി നേരം ഒന്ന് അടച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. വേറൊരു പാൻ വയ്ക്കാം. പാൻ ഒന്ന് ചൂടാകുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കൊരു ഇത്തിരി കടുകിട്ട് പൊട്ടിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഉലുവ പൊടി കയ്യിലുള്ളവർക്ക് ഉലുവ അതിനകത്തേക്ക് ചേർത്ത് അരയ്ക്കണം എന്നില്ല. ഫ്ലെയിം ഓഫ് ചെയ്യാറാവുന്ന സമയത്ത് 1-2 നുള്ളു ഉലുവ പൊടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ കടുക് വറുക്കാനായിട്ട് എണ്ണ ഒഴിച്ചു, കടുകിട്ടു. അതുപോലെ തന്നെ ഒരു നുള്ളു ഉലുവ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവയുടെ അളവ് ഒരുപാട് കൂടരുത്, കൈപ്രസം വരും. ഒരു നുള്ള ഇട്ട് കൊടുക്കാവൂ. എന്നിട്ട് 4-5 ചെറിയുള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് മൂപ്പിച്ചെടുക്കുക. ഉള്ളിയുടെ കളർ മാറി വരുമ്പോഴേക്കും ഒരു വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇത് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കറിയിലേക്ക് താളിച്ച് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറി നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷമാണ് താളിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത്യാവശ്യം നന്നായിട്ട് ഉള്ളി മൂപ്പിച്ച് ചേർക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കറിക്ക് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. ആ ഉള്ളി മൂപ്പിച്ച് ചേർക്കുമ്പോഴാണ് നമ്മുടെ ഇതിൻ്റെ ശരിക്കുള്ളൊരു സ്വാദ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ ഒരു കൂട്ട് വറുത്തിടൽ കറക്റ്റായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അതതിൻ്റെ മെയിനാണ്. അപ്പോൾ ട്രൈ ചെയ്യുക കേട്ടോ. ചെറിയ ഉള്ളി തന്നെ വെച്ച് നന്നായിട്ട് വറുത്തിട്ട് കൊടുക്കാം. ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതിൽ കൂടുതൽ തിക്കാക്കി വെക്കരുത്. ഒരുപാടങ്ങ് ലൂസായി കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കുക. ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ അടച്ച് വയ്ക്കുക. എന്നിട്ട് സെർവ് ചെയ്താൽ മതി. ഒരു പാൻ വയ്ക്കാം. പാൻ ചൂടാകുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവോള കനം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. ചെറിയ ഉള്ളി ആണെങ്കിൽ ഒരു 10-15 ചെറിയ ഉള്ളി അല്ലെങ്കിൽ ഒരു 10 ചെറിയ ഉള്ളിയൊക്കെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവോളയും ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവണം, അത്രയും മതി. ഒന്ന് സോഫ്റ്റായി വരട്ടെ. വേണമെന്നുണ്ടെങ്കിൽ ഈ എണ്ണ ഒഴിച്ച സമയത്ത് നിങ്ങൾക്ക് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം സവോള ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. സവോള ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2-3 വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനനുസരിച്ച് ക്രഷ്ഡ് ചില്ലി, നമ്മുടെ വറ്റൽമുളക് ചതച്ചുണ്ടല്ലോ, ചതച്ച മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3/4 ടീസ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. കാരണം അതിന് അത്യാവശ്യം നന്നായിട്ട് എരിവുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട. എന്നിട്ട് ഒരു മിനിറ്റ് നന്നായിട്ട് ആ എണ്ണയിൽ ആ മഞ്ഞൾപ്പൊടിയും വറ്റൽമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ റോ ടേസ്റ്റ്, ഒരു പച്ചക്കുത്തൊന്ന് മാറുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെണ്ടയ്ക്കയാണ്. ഒരു 15 വെണ്ടയ്ക്കോളം എടുത്തിട്ടുണ്ട്. മീഡിയം വലുപ്പത്തിലുള്ള ഒരു 15 വെണ്ടയ്ക്കോളം എടുത്തിട്ട് അതിൻ്റെ സൈഡ് രണ്ടും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നീളത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തെടുത്തു. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പുമൊക്കെ ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് ഒതുക്കി വെച്ച് അടച്ച് വയ്ക്കാം. ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തു. ഒരു പൊട്ട് മുളക് പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു കളർ കിട്ടും കേട്ടോ. ഒരു സ്വല്പം ചേർത്ത് കൊടുത്താൽ മതി. ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ട് നമ്മുടെ വെണ്ടയ്ക്ക സോഫ്റ്റായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, ആദ്യം കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്കയുടെ ആ ഒരു വഴുവഴുപ്പൊന്നും അറിയില്ല കേട്ടോ. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചോറ് വിളമ്പാം. നമ്മുടെ വെണ്ടയ്ക്ക കൂട്ട്, കുമ്പളങ്ങ കറി, ഒരു മുട്ട പൊരിച്ചത് കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് മാങ്ങാച്ചാർ. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള നമ്മുടെ ഉച്ചയൂണിനോട് തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കറി മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. എന്നും സാമ്പാറും രസവും മോരും ഒക്കെ ഉണ്ടാക്കുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.